പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒന്നാം വർഷ NSQF പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട പൊതുവായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. AFD കോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ടോപ്പിക് അല്ല ഇത്. എന്നാൽ ജനറലായി ചില കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പുതിയ ചില വാക്കുകൾ നമുക്ക് കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായി ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു കമ്പനി അഥവാ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്ഥാപനം എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ചില പൊതു ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊതുവായി എല്ലാ കമ്പനികളും സ്ഥാപനങ്ങളും അനുവർത്തിച്ചു വരുന്ന ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം. ഇതിൽ കൂടുതലായി ഉൾപ്പെടുന്ന ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. നേരത്തെ പറഞ്ഞതുപോലെ അത്തരം വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആദ്യമായി സ്റ്റാൻഡർഡൈസേഷൻ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സംതിങ് കൺഫോം ടു എ സ്റ്റാൻഡേർഡ്. എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന പ്രക്രിയയ്ക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത്. രണ്ടാമതായി പോളിസി, നയം അല്ലെങ്കിൽ നയരൂപരേഖ എന്ന് പറയാം. പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓർ ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു സംഘടന, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്വയം രൂപകൽപ്പന ചെയ്തെടുക്കുന്ന തത്വങ്ങളെയാണ് പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മുന്നോട്ടുള്ള പ്രവർത്തനത്തെ വളരെയധികം സഹായിക്കുന്നു. അടുത്തതായി പ്രൊസീജിയർ, നടപടിക്രമം. ഒരു പ്രവൃത്തി ചെയ്യുന്ന ക്രമം എങ്ങനെയാണെന്ന് പറയുന്നതിനെയാണ് പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഗോൾ, ലക്ഷ്യം. ഇറ്റ് ഈസ് അൻ ഐഡിയ ഫോർ ഫ്യൂച്ചർ. ഇറ്റ് ഈസ് എ ഡിസൈർഡ് റിസൾട്ട് ടു അച്ചീവ്. ഫലപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയാണ് ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ നയിക്കുന്നത് ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യത്തിനെയാണ് നമ്മൾ ഗോൾസ് എന്ന് പറയുന്നത്. അടുത്തതായി ഓർഗനൈസേഷൻ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർഗനൈസ്ഡ് ഫോർ എ ബിസിനസ് ഓർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് എ പർട്ടിക്കുലർ പർപ്പസ്. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഒരു ബിസിനസ് സംരംഭമോ ഒരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയോ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ അഥവാ സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ ഗവൺമെൻറ്റും അല്ലാത്തതുമായ നിരവധി സംഘടനകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ വ്യക്തമായ നിർവചനങ്ങൾ എന്തൊക്കെയാണ് എന്നും വിശദമായി ചർച്ച ചെയ്യാം. നമുക്കറിയാം, ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കൂട്ടായ പ്രവർത്തന ശൈലി ആവശ്യമാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അവ ഒരു സ്ഥാപനത്തിലെ ഒഴിച്ചുകൂടാനാവാത്തതും മാറ്റിവെക്കുവാനോ ഒഴിവാക്കാനോ ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ്. ശരി, നമുക്ക് ആ വാക്കുകളിലേക്ക് വിശദമായി ഒന്ന് കടന്നു പോകാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു സ്റ്റാൻഡർഡൈസേഷൻ. എന്താണ് സ്റ്റാൻഡേർഡ്സ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് എന്നാൽ നിലവാരം. അപ്പോൾ സ്റ്റാൻഡർഡൈസേഷനോ? പേര് സൂചിപ്പിക്കുന്നത് പോലെ ചില ഉദ്ദേശിച്ച നിലവാരങ്ങളിലേക്ക് ഒരു കമ്പനിയെയോ സംഘടനയെയോ നയിക്കേണ്ടതുണ്ടെങ്കിൽ ആ കമ്പനി ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. ഈ പ്രക്രിയ കൊണ്ട് മാത്രമേ കമ്പനിയുടെയോ സംഘടനയുടെയോ നിലവാരം ഉയർത്താൻ കഴിയുകയുള്ളൂ. ഇത്തരം നിശ്ചിത നിലവാരം പുലർത്താൻ വേണ്ടി സെറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കിയെടുക്കുന്ന കാര്യങ്ങളെയോ പ്രവൃത്തികളെയോ ആണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു വാക്കിലേക്ക് പോകാം, പോളിസി. A high-level statement of an organization's beliefs, goals and objectives and the general means for their attainment for a specified subject area. ഒരു ഓർഗനൈസേഷൻ്റെ വിശ്വാസങ്ങൾ, ലക്ഷ്യങ്ങൾ, ഒരു നിർദ്ദിഷ്ട വിഷയമേഖലയിൽ അവ കൈവരിക്കുന്നതിനായുള്ള പൊതുവായ മാർഗങ്ങൾ എന്നിവയുടെ ഉയർന്ന തലത്തിലുള്ള പ്രസ്താവനയ്ക്കാണ് പോളിസി എന്ന് പറയുന്നത്. ഇത് ഒരു കമ്പനിയുടെ ആധികാരിക രേഖയാണ് എന്നുകൂടി മനസ്സിലാക്കുക. കമ്പനിക്ക് എത്തിച്ചേരാനിടയിലുള്ള ഹൈ ലെവലിലേക്കുള്ള കാര്യങ്ങളെപ്പറ്റി കമ്പനി വിശ്വാസമർപ്പിക്കുന്ന കാര്യങ്ങൾ വിശദമായി എഴുതി ചേർക്കപ്പെട്ടുള്ളതിനെയാണ് പോളിസികൾ അഥവാ നയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നേരത്തെ പറഞ്ഞ വാക്ക് ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം, സ്റ്റാൻഡേർഡ്സ്. മാൻഡേറ്ററി ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, റൂൾസ് ഓർ റെഗുലേഷൻസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് പോളിസീസ് വിത്ത് എ സപ്പോർട്ട് സ്ട്രക്ചർ ആൻഡ് സ്പെസിഫിക് ഡിറക്ഷൻ. ഒരു പിന്തുണാ ഘടനയും നിർദ്ദിഷ്ട ദിശയും ഉപയോഗിച്ച് നയങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിർബന്ധിത പ്രവർത്തനങ്ങൾ,
നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ, ഇവയ്ക്കാണ് പൊതുവിൽ നമ്മൾ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം നിർബന്ധിത പ്രവർത്തനങ്ങളെയോ നിയമങ്ങളെയോ ചട്ടങ്ങളെയോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവ വളരെ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. അടുത്തതായി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ. More general statements that provide a framework within which to implement procedures. Guidelines are recommendations. നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഫ്രെയിംവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ പൊതുവായ പ്രസ്താവനകളെയാണ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇവയെ മാർഗനിർദ്ദേശങ്ങളെന്ന് പറയാം. മാർഗനിർദ്ദേശങ്ങൾ ശുപാർശകളാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. Procedures outline the specifics of how policies, standards and guidelines will actually be implemented in the operating environment. ഓപ്പറേറ്റിംഗ് പരിതസ്ഥിതിയിൽ നയങ്ങൾ, മാനദണ്ഡങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ എങ്ങനെ നടപ്പാക്കാമെന്നതിൻ്റെ രൂപരേഖയ്ക്കാണ് നമ്മൾ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നടത്തപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില പ്രത്യേക നയങ്ങളും മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുവാനുണ്ടാകും. അത്തരം കാര്യങ്ങൾ നൽകിയാൽ മാത്രമേ അവ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തി വയ്ക്കുന്നതിനെയാണ് പ്രൊസീജിയേഴ്സ് അഥവാ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നതിൻ്റെ ഒരു നേർരൂപമാണ് പ്രൊസീജിയേഴ്സ് അഥവാ നടപടിക്രമങ്ങൾ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും മറ്റൊരു രീതിയിൽ ഡെഫിനിഷനാക്കി പറയാം. 1. പോളിസീസ് സ്റ്റേറ്റ് എ ഗോൾ ഇൻ ജനറൽ ടേംസ്. നയങ്ങൾ പൊതുവായി ഒരു ലക്ഷ്യത്തെ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നയപരമായി എഴുതി ചേർത്തിരിക്കുന്നത്. അവയെയാണ് ഒരു കമ്പനിയുടെ നയങ്ങൾ എന്ന് പറയുന്നത്. 2. സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്ഡ് ഇൻ സ്പെസിഫിക് ടേംസ്. നിർദ്ദിഷ്ട നിബന്ധനകൾക്ക് വിധേയമായി പൂർത്തിയാക്കേണ്ടവയെ നിർവചിക്കുന്നതാണ് സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുള്ളത്, അവ നിർദ്ദിഷ്ട നിബന്ധനകൾക്ക് വിധേയമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിർദ്ദിഷ്ട നിബന്ധനകൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കമ്പനികൾ ചില പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത്തരം നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം എപ്പോഴും സ്റ്റാൻഡേർഡ്സ് നിലനിർത്തേണ്ടത്. അടുത്തതായി പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ. പ്രൊസീജിയേഴ്സ് ടെൽ ഹൗ ടു മീറ്റ് ദി സ്റ്റാൻഡേർഡ്സ്. നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ്സുകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എങ്ങനെ പാലിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്നവയാണ് പ്രൊസീജിയേഴ്സ്. അതായത് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ക്രമങ്ങളാണ് നമുക്ക് പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ കടന്നു പോകുന്നത് ഒരു ഉദാഹരണത്തിലേക്കാണ്. എക്സാമ്പിൾ: ആക്സസ് ടു കമ്പനി ഇൻഫർമേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കമ്പനിയുടെ വിവരങ്ങളിലേക്ക് കടന്നു പോകുന്നതിനുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. ഇവിടെ ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പോളിസി, സ്റ്റാൻഡേർഡ്, ഗൈഡ് ലൈൻസ് ഒക്കെ മനസ്സിരുത്തിക്കൊണ്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാം. 1. ആ കമ്പനിയുടെ ഇത് സംബന്ധിച്ച പോളിസി എന്താണെന്ന് നോക്കൂ. പോളിസി: access to and use of company information systems is restricted to authorized users. എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പോളിസി അനുസരിച്ച് അംഗീകൃത ഉപയോക്താക്കൾക്ക് മാത്രമായി കമ്പനിയുടെ വിവരങ്ങൾ കൈമാറുന്നതിനും ഉപയോഗിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു അംഗീകൃത ഉപയോക്താവിന് മാത്രമേ കമ്പനിയുടെ വിവരങ്ങൾ കൈമാറുന്നതോ ഉപയോഗിക്കാവുന്നതോ ആകാൻ പാടുള്ളൂ. മറ്റാരും തന്നെ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നിയന്ത്രിച്ചിരിക്കുന്നു. അതാണ് അത് സംബന്ധിച്ച് ആ കമ്പനിയുടെ പോളിസി. അംഗീകൃത ഉപയോക്താക്കൾ മാത്രമേ ഒരു കമ്പനിയുടെ വിവരങ്ങൾ ശേഖരിക്കുകയോ കൈമാറുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഈ കമ്പനിയുടെ പോളിസി. 2. സ്റ്റാൻഡേർഡ്. ഇതിനുള്ള സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കാം. യൂസേഴ്സ് ആർ റിക്വയർഡ് ടു ഹാവ് യുണീക്ക് യൂസർ ഐഡീസ് ആൻഡ് പാസ്വേഡ്സ്. ഉപയോക്താക്കൾക്ക് അവരുടേതായ യൂസർ ഐഡികളും പാസ്വേഡും നിർബന്ധിതമാണ്. ഇവ രണ്ടുമില്ലാതെ ഈ സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ ഉപയോഗിക്കുവാനോ കൈമാറാനോ പ്രവേശിക്കുവാനോ പോലും സാധ്യമല്ല.
നമുക്കറിയാം, നമ്മൾ സൈറ്റിലേക്ക് കയറുമ്പോൾ മിക്കവാറും യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിലേക്ക് കടന്നു കയറാൻ പറ്റുകയുള്ളൂ. ഇവിടെയും കമ്പനി അതുതന്നെയാണ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് ഉടൻ തന്നെ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നൽകിയാൽ മാത്രമേ അവർക്ക് അതിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അടുത്തതായി ഗൈഡ് ലൈൻസിലേക്ക് പോകാം. മാർഗനിർദ്ദേശങ്ങൾ. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം എന്താണ്? പാസ്വേഡ്സ് ഷുഡ് ബി ഫ്രം 5 to 8 characters in length and contain both alpha and numerical characters. നേരത്തെ പറഞ്ഞു പാസ്വേഡുകൾ നിർബന്ധമാണെന്ന്. അപ്പോൾ ഈ പാസ്വേഡ് സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻ നോക്കിക്കോളൂ. പാസ്വേഡുകൾ 5 അല്ലെങ്കിൽ 8 വരെ ക്യാരക്ടേഴ്സ് നീളമുള്ളതും കൂടാതെ ആൽഫ, മറ്റ് സംഖ്യകൾ ഇവ ഉൾപ്പെട്ടതുമായിരിക്കണം. അടുത്തതായി പ്രൊസീജിയർ. റിക്വസ്റ്റ് ഫോർ യൂസർ ഐ ഡീസ് ആൻഡ് പാസ്വേഡ്സ് മസ്റ്റ് ഇൻക്ലൂഡ് ദ സിഗ്നേച്ചർ ഓഫ് ദി ഓതറൈസ്ഡ് ഇൻഫർമേഷൻ ഓണർ. യൂസർ ഐ ഡി, പാസ്വേഡ് ഇവ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ യൂസർ ഐ ഡി, പാസ്വേഡ് ഇവയ്ക്കായുള്ള അഭ്യർത്ഥനയിൽ അംഗീകൃത വിവര ഉപയോക്താവിൻ്റെ ഒപ്പ് തീർച്ചയായും അടങ്ങിയിരിക്കണം. എന്തിനാണ് ഈ ഒപ്പ് ചോദിക്കുന്നത്? അതായത് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് ഇവയ്ക്കുള്ള റിക്വസ്റ്റ് എപ്പോഴും ഉപയോക്താവിൻ്റെ ഒപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ. അപ്രൂവ്ഡ് സിഗ്നേച്ചേഴ്സ് വിൽ ബി വെരിഫൈഡ് വിത്ത് ദി കമ്പനി ഓതറൈസ്ഡ് സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ലിസ്റ്റ്. തന്നെയുമല്ല, ഈ ഒപ്പ് കമ്പനിയുടെ കൈവശമുള്ള അംഗീകൃത ഉപയോക്താവിൻ്റെ ഒപ്പുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും കൂടി ഒത്തുനോക്കിയിട്ട് മാത്രമേ കമ്പനിയുടെ വിവരങ്ങൾ ഉപയോഗിക്കുന്നതിനോ കൈമാറുന്നതിനോ ശേഖരിക്കുന്നതിനോ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ കമ്പനിയുടെ കാര്യങ്ങൾ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ഈ ഒപ്പ് അംഗീകരിക്കപ്പെട്ട പട്ടികയിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവയൊക്കെ കമ്പനിയുടെ സുരക്ഷ മുൻനിർത്തിയാണെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അടുത്തതായി കീ എലിമെൻറ്റ്സ് ഓഫ് എ പോളിസി. ഒരു നയത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. 1. ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു കമ്പനിയുടെ നയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കണം. 2. ബി ആപ്ലിക്കബിൾ. നയങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ സാധ്യമായിരിക്കണം, പ്രയോഗക്ഷമമായിരിക്കണം. 3. ബി ഡുവബിൾ ആൻഡ് എൻഫോഴ്സബിൾ. നയങ്ങൾ ചെയ്യാൻ കഴിയുന്നതും നടപ്പിലാക്കാൻ കഴിയുന്നതുമായിരിക്കണം. നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതും മറ്റൊരു വ്യക്തിയെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നതുമായിരിക്കണം എപ്പോഴും നയങ്ങൾ. ബി ഫേസ്ഡ് ഇൻ. നയങ്ങൾ ഘട്ടം ഘട്ടമായി രൂപപ്പെടുത്തേണ്ടതും, വിശദമായി പറഞ്ഞാൽ കാലഘട്ടത്തിനനുസൃതമായി മാറ്റം വരുത്താവുന്ന പ്രകാരത്തിലുമായിരിക്കണം. കമ്പനികൾ നയങ്ങൾ എപ്പോഴും അങ്ങനെയാണ് എടുക്കേണ്ടത്. ബി പ്രോ ആക്റ്റീവ്. സ്റ്റേറ്റ് വാട്ട് ഹാസ് ടു ബി ഡൺ. ഡോണ്ട് മേക്ക് ദോ ഷാൽ നോട്ട് പ്രൊണൗൺസ്മെൻറ്റ്സ്. സജീവമാകുക. അതായത് എന്നിരുന്നാലും, ഇല്ല, പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഒരു കമ്പനി അവരുടെ നയരേഖകളിൽ ഒരിക്കലും രേഖപ്പെടുത്തി വയ്ക്കാൻ പാടില്ല. വളരെ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കണം നൽകേണ്ടത്. മറ്റുള്ള വളരെ അവ്യക്തമായ രീതിയിലുള്ള യാതൊരു സൂചനകളും കമ്പനിയുടെ നയരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. അടുത്തതായി മീറ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു കമ്പനിയുടെ സംഘടനാ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതായിരിക്കണം അതിൻ്റെ നയരൂപരേഖ. നെവർ എവർ യൂസ് അബ്സല്യൂട്ട്സ്. ഓക്കെ, അവോയ്ഡ്. യു മൈറ്റ് ഗെറ്റ് ബാക്ക്ഡ് ഇൻ ടു എ കോർണർ യു ഡോണ്ട് വാണ്ട് ടു ബി ഇൻ. കേവലമായ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അവോയ്ഡ് എന്നിവ. ഇത്തരം വാക്യങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെടാൻ കഴിയാത്ത ഒരു കോണിലേക്ക് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് ഓക്കെ, അവോയ്ഡ് ദിസ് തിങ്, ഓക്കെ യു ഡു ഇറ്റ്, ഇങ്ങനെയൊന്നും നമുക്ക് പറയാൻ പാടില്ല. നടപ്പിലാക്കാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയുന്നതും സുവ്യക്തവുമായ കാര്യങ്ങൾ മാത്രമേ കമ്പനിയുടെ പോളിസിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. പോളിസി ഫ്രെയിം ഔട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ടത്, ശരിയാക്കേണ്ടത് എന്നിങ്ങനെ വേർതിരിച്ച് കാര്യങ്ങൾ കൊടുക്കരുത്. ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി വ്യക്തമായി ധാരണയോട് കൂടി മാത്രം അവ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അടുത്തത് നമുക്കൊരു ചാർട്ടിലേക്ക് പോകാം. ആ ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിസി മാനേജ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്സ്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതിന് പ്രധാനമായും 5 ഘട്ടങ്ങളാണുള്ളത്. 1. ക്രിയേറ്റ് ഓർ അപ്ഡേറ്റ്. പോളിസികൾ ഫ്രെയിം ചെയ്യുകയും അല്ലെങ്കിൽ നേരത്തെ തയ്യാറാക്കിയ പോളിസികൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നു. ഇവിടെ 2 പ്രക്രിയയും നടപ്പിലാക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നമുക്ക് പുതിയതായി പോളിസികൾ അവതരിപ്പിക്കാം, നയങ്ങൾ രൂപകൽപ്പന ചെയ്യാം, അല്ലെങ്കിൽ നിലവിലുള്ള പോളിസികൾ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പരിഷ്കരിക്കുകയോ ചെയ്യാം. അവിടെയാണ് ഈ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് റിവ്യൂ.
ഇങ്ങനെ പരിഷ്കരിച്ച അല്ലെങ്കിൽ പുതിയതായി തയ്യാറാക്കിയ നയങ്ങൾ ഒന്ന് അവലോകനം ചെയ്യണം. ആ ഒരു ഘട്ടമാണ് റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിസി ഫ്രെയിംവർക്കിൽ എന്തെങ്കിലും അപാകത കടന്നുകൂടിയോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു പോകുന്നതിനെയാണ് റിവ്യൂ എന്ന് പറയുന്നത്. അഡീഷൻ, ഡിലീഷൻ ഓഫ് പോളിസീസ് ഇതൊക്കെ നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. മൂന്നാമത് പബ്ലിഷ്. നേരത്തെ പറഞ്ഞ പോലെ 2 ഘട്ടങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പോളിസി ഒക്കെയുണ്ട്. നമ്മളത് ഫ്രെയിം ചെയ്ത് പോളിസിയാക്കി വെക്കേണ്ടതുണ്ട്. അതായത് നമ്മളത് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. അതിൽ കമ്പനി അംഗീകരിച്ച നയങ്ങൾ ജനങ്ങളിലേക്കോ മറ്റുള്ളവരിലേക്കോ ഒക്കെ എത്തിച്ചേരേണ്ടതുണ്ട്. അത് പല രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഒന്ന്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്, മാധ്യമങ്ങൾ വഴി, ഇൻ്റർനെറ്റ് വഴി, മറ്റ് മേഖലകൾ വഴി, പ്രിൻ്റ് ഔട്ടുകൾ എടുത്ത് വിതരണം ചെയ്യാം, ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്കത് പബ്ലിഷ് ചെയ്യാം. ഇങ്ങനെ ധാരാളം രീതിയിലുള്ള പബ്ലിഷ്മെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ നയരൂപരേഖ പുറത്ത് ആളുകളുടെ ഇടയിലേക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. നാലാമതായി എഡ്യൂക്കേറ്റ്. ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ നയങ്ങൾക്ക് ആധികാരിക രേഖകളായി മാറിക്കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഘട്ടത്തിൽ അതാണ് നടക്കുന്നത്. പോളിസി അഥവാ നയങ്ങൾ പ്രിൻ്റ് ഔട്ട്സായി ഇരുന്നാൽ പോരാ, അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് വ്യക്തമായ ധാരണ കിട്ടുകയുള്ളൂ. ഇതിനാവശ്യമായ പ്രചാരണം കൊടുക്കേണ്ടത് ഈ ഘട്ടത്തിലാണ്. അപ്പോൾ നോക്കൂ, എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് അറിവ് കൊടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ്. ഇനി ആരെയൊക്കെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്? കമ്പനിക്കുള്ളിലുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഉദാഹരണം, മാനേജേഴ്സ്, HR വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, വർക്കേഴ്സ് ഓർ ലേബറേഴ്സ്, സീനിയർ എക്സിക്യൂട്ടീവ്സ്, അക്കൗണ്ടൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇവർക്കൊക്കെ നയത്തെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവണം. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അതാവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രെയിംവർക്ക് എല്ലാ ജീവനക്കാരിലേക്കും താഴെ തട്ട് മുതൽ മുകളിലുള്ളവരെ മൊത്തം അറിയിക്കേണ്ട ബാധ്യത കമ്പനിയുടെ പോളിസിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവ ഈ ഘട്ടത്തിൽ ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ച് വേണ്ടതായിട്ടുള്ള ബോധവൽക്കരണം നൽകുന്നു. അതുപോലെ കമ്പനിയുടെ പുറത്തുള്ളവർക്ക് വേണമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം കമ്പനിയുടെ നയങ്ങളെപ്പറ്റി ഉള്ള വിവരണം നൽകാവുന്നതാണ്. പല കമ്പനികളും പല രീതിയിലായിരിക്കും അവരുടെ നയങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ചിലർ എല്ലാ കാര്യങ്ങളും പുറത്ത് വെളിവാക്കുന്നു, ചിലർ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. ഇനി വേറെ ചിലരാണെങ്കിലോ നയങ്ങൾ പുറത്തു വിടുന്നതേയില്ല. അപ്പോൾ അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ നോക്കൂ, ട്രാക്ക്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ ഒരു ഘട്ടമാണ് ട്രാക്ക് എന്ന് പറയുന്നത്. അതായത് ഫ്രെയിംവർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോളിസികളുടെ വിവരണം നൽകി കഴിഞ്ഞു, അത് എഡ്യൂക്കേറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് അവ ട്രാക്കിലെത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിപഥത്തിലെത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ അത് ട്രാക്കിലായി എന്നൊക്കെ? എന്താണത്? ഇവിടെ കമ്പനി പോളിസികൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്ന ആ ഒരു ഘട്ടമാണ് ട്രാക്ക് എന്ന് പറയുന്നത്. അതിന് കമ്പനിയുടെ നയം വളരെ വ്യക്തമായി അവതരിപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ നമ്മളത് വ്യക്തമാക്കുക, ഈ കമ്പനിയുടെ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും അവ ലംഘിക്കുന്നത് കമ്പനിയുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരുമാണ്. ഈ ഘട്ടത്തിൽ എല്ലാ ജീവനക്കാരും കമ്പനി നയങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്. ഇതിനുശേഷം മറ്റ് യാതൊരു എക്സ്ക്യൂസുകളും കമ്പനി പരിഗണിക്കുന്നതല്ല. ഇതാണ് ഒരു കമ്പനിയുടെ പോളിസി മാനേജ്മെൻറ്റ് സിസ്റ്റം. എല്ലാ കമ്പനിക്കും ഇത് ബാധകമാണ്. ഇത് ഒരു സൈക്ലിക് പ്രോസസ്സാണെന്ന് കൂടി മനസ്സിലാക്കുക. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഓൾസോ. ഇതൊരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. അടുത്തതായി, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത പോളിസികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അവ എങ്ങനെയാണ് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നത് എന്നൊക്കെയാണ്. ഇനി വിവിധ തരത്തിലുള്ള പോളിസികളെ പറ്റി ഒന്ന് നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള പോളിസികളാണ് അല്ലെങ്കിൽ നയങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്ന്, പ്രോഗ്രാം പോളിസീസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദി ഓവറോൾ സെക്യൂരിറ്റി വിഷൻ ഫോർ ദി ഓർഗനൈസേഷൻ. കമ്പനിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ മൊത്തത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ശരിയായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ പോളിസി. മൊത്തത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അവ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ കിട്ടാനാണ് ഇത്തരം പോളിസികൾ ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തത്, ടോപ്പിക് സ്പെസിഫിക് പോളിസീസ് അഡ്രസ് സ്പെസിഫിക് ഇഷ്യൂസ്. എക്സാമ്പിൾ, ഇമെയിൽ പോളിസി, ഇൻ്റർനെറ്റ് യൂസേജ്, ഫിസിക്കൽ സെക്യൂരിറ്റി. ഓരോ പ്രത്യേക വിഷയങ്ങളെ പറ്റിയുള്ള നിർദ്ദിഷ്ടമായ നയങ്ങൾ. ഇവിടെ ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയുള്ള നയങ്ങളാണ് രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത്.
ഉദാഹരണം, ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഇമെയിൽ സംവിധാനത്തെ പറ്റിയുള്ള നയങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, ഭൗതികമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെടുത്തിട്ട് അതിനെപ്പറ്റി സ്പെഷ്യലായി ഡിസൈൻ ചെയ്തിരിക്കുന്ന പോളിസികളെയാണ് ടോപ്പിക് സ്പെസിഫിക് പോളിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക ഒരു ഏരിയയെ മാത്രം അവർ വളരെ പ്രധാനത്തോടു കൂടി കണ്ടെത്തി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി പോളിസി ഫ്രെയിംവർക്ക് ചെയ്യുന്നു. മൂന്നാമതായി, ആപ്ലിക്കേഷൻ സ്പെസിഫിക് പോളിസീസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ഓർ സിസ്റ്റം. എക്സാമ്പിൾ, കൺട്രോൾസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ പേറോൾ സിസ്റ്റം. ഇവിടെ പ്രായോഗിക തലത്തിലുള്ള നിർദ്ദിഷ്ട നയങ്ങളാണ്, അതായത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന നയങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകളെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രത്യേക ആപ്ലിക്കേഷനെയോ സിസ്റ്റത്തെയോ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉദാഹരണം, ശമ്പള വ്യവസ്ഥകൾ. ജീവനക്കാരുടെ ശമ്പള വ്യവസ്ഥയെപ്പറ്റി, അവർക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ, അവർക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ, ഉദാഹരണം ഇൻക്രിമെൻറ്റ്, റിഡക്ഷൻ ഓഫ് സാലറി, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പേറോളിൽ വ്യക്തമായി കാണിക്കേണ്ടതുണ്ട്. അവയെ പറ്റിയുള്ള കാര്യങ്ങളും എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അവരുടെ ലീവ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇവയൊക്കെയാണ് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അടുത്തതായി, പ്രോഗ്രാം പോളിസീസ്. എ ഹൈ ലെവൽ പോളിസി ഇഷ്യൂഡ് ബൈ സീനിയർ മാനേജ്മെൻറ്റ്. സീനിയർ മാനേജ്മെൻറ്റ് വഴിയായി ഒരു ഹൈ ലെവൽ പോളിസി ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പ്രോഗ്രാം പോളിസീസ് എന്ന് പറയുന്നത്. ഡിഫൈൻസ് ദി ഇൻറ്റൻറ്റ് ഓഫ് ദി സെക്യൂരിറ്റി പ്രോഗ്രാം ആൻഡ് ദി സ്കോപ്പ് വിതിൻ ദി ഓർഗനൈസേഷൻ. ഈ നയങ്ങൾ സംഘടനയുടെ സെക്യൂരിറ്റി പ്രോഗ്രാമിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഉദ്ദേശവും നിർവഹിക്കുന്നു. സെക്യൂരിറ്റി പ്രോഗ്രാം എത്രത്തോളം ഉപയോഗപ്പെടുത്തണമെന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും വളരെ ഭംഗിയായി വ്യക്തമാക്കുന്നു. ഇതിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ടോപ്പിക് ആൻഡ് സ്കോപ്പ്, റെസ്പോൺസിബിലിറ്റീസ്, കോംപ്ലിയൻസ് ഇഷ്യൂസ്. ഇതിൽ ഉൾപ്പെടുത്തേണ്ടവ: 1. വിഷയവും വ്യാപ്തിയും. 2. ഉത്തരവാദിത്തങ്ങൾ. 3. ഈ നയങ്ങൾ എങ്ങനെ പാലിക്കപ്പെടും എന്നതും അത് ഇംപ്ലിമെൻറ്റബിൾ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുമാണ്. പലതരം ജീവനക്കാർക്കും പലതരം ക്ലയൻസുമായി നിരന്തരം ബന്ധപ്പെടേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ നയങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെട്ടേക്കാം. ഇത് സംബന്ധിച്ച് വ്യക്തമായി പോളിസിയിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി, ടോപ്പിക് സ്പെസിഫിക് പോളിസീസ്. നിർദ്ദിഷ്ട നയങ്ങൾ, അതായത് പ്രത്യേക വിഷയങ്ങളെ ഊന്നിക്കൊണ്ടുള്ള നിർദ്ദിഷ്ടമായ നയങ്ങളെയാണ് ടോപ്പിക് സ്പെസിഫിക് പോളിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺലൈക്ക് പ്രോഗ്രാം പോളിസീസ്, ടോപ്പിക് സ്പെസിഫിക് പോളിസീസ് നാരോ ദി ഫോക്കസ് ടു വൺ ഇഷ്യൂ അറ്റ് എ ടൈം. പ്രോഗ്രാം നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഷയ നിർദ്ദിഷ്ട നയങ്ങൾ ഒരു സമയം ഒരു പ്രശ്നത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതായത് ഒരു സമയത്ത് ഒരു വിഷയത്തെപ്പറ്റി മാത്രമേ ടോപ്പിക് സ്പെസിഫിക് പോളിസീസ് ചർച്ച ചെയ്യുന്നുള്ളൂ. ബേസിക് കമ്പോണൻസ് ഇൻക്ലൂഡ് thesis statement, goals and objectives of this policy. അതായത് കമ്പനി തയ്യാറാക്കിയിരിക്കുന്ന തിസീസുകൾ, അതിനെപ്പറ്റിയുള്ള പ്രബന്ധങ്ങൾ, ഈ നയത്തിൻ്റെ ലക്ഷ്യങ്ങളും ഉപവിഭാഗങ്ങളും. റെലവൻസ്, പ്രസക്തി, ഈ നയങ്ങളുടെ പ്രസക്തി എന്താണ്. ടു ഹോം ദിസ് പോളിസി അപ്ലൈ, ഈ നയം ആർക്കൊക്കെയാണ് ബാധകമാകുക. റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ, ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റോൾസ് ബൈ പൊസിഷൻ ഓർ ജോബ് ടൈറ്റിൽ, കമ്പനിയിലെ ഓരോരുത്തരുടെയും സ്ഥാനം അനുസരിച്ച് അവർക്ക് നൽകുന്ന ജോബ് റോളുകൾ, തൊഴിലിൻ്റെ പേര്, പ്രവൃത്തികൾ, അവരുടെ സമയക്രമം ഒക്കെ ഇവിടെ പ്രതിപാദിക്കപ്പെടും. കോംപ്ലിയൻസ്, ഡിസ്ക്രൈബ് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ആൻഡ് കോൺസിക്വൻസസ്. നേരത്തെ പറഞ്ഞ ഇത്തരം നയങ്ങളും മറ്റു കാര്യങ്ങളും പ്രാവർത്തികമാക്കുമ്പോൾ സാധാരണയായി പ്രത്യേകമായ ഒരു സ്വീകാര്യത ഉണ്ടാകുമെങ്കിലും ചിലപ്പോഴൊക്കെ അസ്വീകാര്യമായ പെരുമാറ്റവും ജീവനക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ അത് നേരിടാനും അതിൻ്റെ പരിണിത ഫലവും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പോളിസി കൂടി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി ഇതിൽ സൂചിപ്പിക്കുന്നു. ഉദാഹരണം, ശിക്ഷാ നടപടികൾ, വാണിംഗ് നൽകൽ, മെമ്മോ കൊടുക്കൽ, ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അഡീഷണൽ ഇൻഫർമേഷൻ, അധികമായി ചില വിവരങ്ങൾ കൂടി ഈ പോളിസിയോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. ഇവയെല്ലാം കൂടാതെ നൽകുന്ന അധിക വിവരങ്ങൾക്കാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് ആവശ്യമായ പക്ഷം ചേർക്കാവുന്നതാണ്. അടുത്തതായി, ആപ്ലിക്കേഷൻ സ്പെസിഫിക് പോളിസീസ്. നിർദ്ദിഷ്ട നയങ്ങൾ. ഫോക്കസസ് ഓൺ വൺ സ്പെസിഫിക് സിസ്റ്റം ഓർ ആപ്ലിക്കേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക
സിസ്റ്റത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആസ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ദി സെക്യൂരിറ്റി ആർക്കിടെക്ചർ ഫോർ എ സൈറ്റ് ടേക്സ് പ്ലേസ്, the program and topic specific policies need to be translated to specific applications and systems. ഉദാഹരണം, ഒരു സൈറ്റിനായുള്ള സുരക്ഷാ ആർക്കിടെക്ചറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ വിവിധ നിർദ്ദിഷ്ട വിഷയങ്ങളെപ്പറ്റി നിർദ്ദിഷ്ട ആപ്ലിക്കേഷനിലും സിസ്റ്റത്തിലും ആയി മാറ്റേണ്ടതുണ്ട്. അതായത് ഒരു സൈറ്റിലെ സെക്യൂരിറ്റി ആർക്കിടെക്ചറിന് വേണ്ടിയുള്ള വർക്ക് നടക്കുകയാണെങ്കിൽ പ്രോഗ്രാം ടോപ്പിക് സ്പെസിഫിക് പോളിസികളും സ്പെസിഫിക് ആപ്ലിക്കേഷൻ പോളിസിയിലേക്ക് മാറ്റപ്പെടുത്തേണ്ടതാണ്. അതായത് ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയുള്ള ഒരു കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അവയൊക്കെ തന്നെ സ്പെസിഫിക്കായി ആപ്ലിക്കേഷൻ പോളിസിയിലേക്ക് മാറ്റപ്പെടുത്തി അടിയന്തര പ്രാധാന്യത്തോടു കൂടി അവ ആദ്യം തീർക്കേണ്ടതാണ്. മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇവ ഒന്നാമതായി ചെയ്യേണ്ടതും പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമായി കണക്കാക്കേണ്ടതുമാണ്. ടു ഡെവലപ്പ് എ കോംപ്രിഹെൻസീവ് സീരീസ് ഓഫ് പോളിസീസ്, സമഗ്രമായ നയങ്ങളുടെ തുടർച്ചയായി വികസിപ്പിക്കേണ്ടതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻസ് ദ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ദെൻ എസ്റ്റാബ്ലിഷ് വിച്ച് സെക്യൂരിറ്റി ടൂൾസ് വിൽ സപ്പോർട്ട് ദോസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ബിസിനസ് ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവ നിർവചിക്കുക, തുടർന്ന് ഏത് സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കണം എന്ന് കണ്ടെത്തുക, ലക്ഷ്യങ്ങളും ഇവ നമ്മുടെ പരിധിയിൽ വെച്ചുകൊണ്ട് നിറവേറ്റാൻ സഹായിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷം അവ സ്ഥാപിക്കുക. ഇത്രയുമാണ് ഡെവലപ്പ് എ കോംപ്രിഹെൻസീവ് സീരീസ് ഓഫ് പോളിസിയിൽ ഒന്നാമതായി ചർച്ച ചെയ്യുന്നത്. ഡിഫൈൻ ദ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ദെൻ എസ്റ്റാബ്ലിഷ് വിച്ച് സെക്യൂരിറ്റി ടൂൾസ് വിൽ സപ്പോർട്ട് ദോസ് ഒബ്ജക്റ്റീവ്സ്. ആദ്യം ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു, നിർവചിക്കുന്നു. അതിനുശേഷം ഏതൊക്കെ സെക്യൂരിറ്റി ടൂൾസ് ആണ് ഇവ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതും മനസ്സിലാക്കുന്നു. രണ്ടാമത്, എസ്റ്റാബ്ലിഷ് ദ റൂൾസ് ഫോർ ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം ഓർ ആപ്ലിക്കേഷൻ. ഡിറ്റർമിൻ who has access to what resources and when. സിസ്റ്റം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ സ്ഥാപിക്കുക, ആർക്കൊക്കെ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതുകൂടി നിർണ്ണയിക്കുക. ഉദാഹരണം, കമ്പനിയുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് കമ്പനിയുടെ ലാഭം, ഹ്യൂമൻ റിസോഴ്സസ്, ലേബറേഴ്സ്, വർക്ക്, സ്കിൽ എക്സെട്ര. ടെക്നോളജിക്കലായി സാങ്കേതികമായി കമ്പനിയുടെ നേട്ടം എന്തൊക്കെയാണ്, ക്യാപിറ്റൽ, മെഷീനറി, ഫാക്ടറി, എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇത്ര വിഭവങ്ങൾ എങ്ങനെയൊക്കെ ആർക്കൊക്കെ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നതും കൂടി നമ്മൾ വ്യക്തമായി നിർവചിച്ചിരിക്കണം. ഡിറ്റർമിൻ വാട്ട് ഓട്ടോമേറ്റഡ് ടൂൾസ് മേ ഹെൽപ്പ് വിത്ത് ദിസ് പോളിസി. ഈ നയം പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ യാന്ത്രിക ഉപകരണങ്ങൾ സഹായിക്കുമെന്ന് കൂടി നിർണ്ണയിക്കുക. പല പല ഉപയോഗത്തിനുള്ള യാന്ത്രിക ഉപകരണങ്ങൾ ലഭ്യമാണ്. അതിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ് ഈ നയം നടപ്പിലാക്കാൻ സഹായിക്കുന്നത് എന്നുകൂടി വ്യക്തമായി നിർണ്ണയിക്കുക. അടുത്തതിലേക്ക് പോകാം. ദ ഡെഫിനിഷൻസ് അഗെയിൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പോളിസി സ്റ്റേറ്റ് എ ഗോൾ ഇൻ ജനറൽ ടേംസ്. നയങ്ങൾ പൊതുവായി ഒരു ലക്ഷ്യത്തെ വ്യക്തമാക്കുന്നു. സ്റ്റാൻഡേർഡ് ഡിഫൈൻ വാട്ട് ഈസ് ടു ബി അക്കംപ്ലിഷ്ഡ് ഇൻ സ്പെസിഫിക് ടേംസ്. നിർദ്ദിഷ്ട നിബന്ധനകൾക്ക് വിധേയമായി പൂർത്തിയാക്കേണ്ടവയെ സ്റ്റാൻഡേർഡ്സ് നിർവചിക്കുന്നു. പ്രൊസീജിയേഴ്സ് ടെൽ ഹൗ ടു മീറ്റ് ദി സ്റ്റാൻഡേർഡ്സ്. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ എങ്ങനെ പാലിക്കാമെന്ന് പറഞ്ഞു തരുന്നവയാണ് നടപടിക്രമങ്ങൾ അഥവാ പ്രൊസീജിയേഴ്സ്. ഇനി പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ഒന്ന് വിശദമായി നോക്കാം. പ്രൊസീജിയേഴ്സ് സ്പെൽ ഔട്ട് ദ സ്റ്റെപ്സ് ഓഫ് ഹൗ ദി പോളിസി ആൻഡ് ഇറ്റ്സ് സപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് വിൽ ആക്ച്വലി ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ്. ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ നയവും അതിൻ്റെ പിന്തുണയാകുന്ന മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും യഥാർത്ഥത്തിൽ എങ്ങനെ നടപ്പാക്കണമെന്ന് വ്യക്തമാക്കുന്നവയാണ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ. Procedures are a description of tasks that must be accomplished in a specified order. അതായത് ഒരു സ്ഥാപനത്തിൽ സ്വീകരിച്ച നയങ്ങളും മറ്റ് മാർഗനിർദ്ദേശങ്ങളും എങ്ങനെയൊക്കെ നടപ്പാക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന വ്യക്തമായ ഒരു ക്രമീകരണമാണ് നടപടിക്രമങ്ങൾ അഥവാ പ്രൊസീജിയേഴ്സ്. ഇത്തരം നടപടിക്രമങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് മാത്രമേ ഒരു കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ലഭിക്കുകയുള്ളൂ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നിർദ്ദിഷ്ട ക്രമത്തിൽ നിർവചിക്കേണ്ട ടാസ്കുകളുടെ ഒരു വിവരണമാണ് നടപടിക്രമങ്ങൾ അഥവാ പ്രൊസീജിയേഴ്സ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്